രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കാടിളക്കി നടത്തിയ തെരച്ചിലിലും നരഭോജി കടുവയെ കണ്ടെത്താനാകാതെ ദൗത്യസംഘം. കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനായി വെള്ളി, ശനി ദിവസങ്ങളിൽ മെഗാ തിരച്ചിലാണ് വനം വകുപ്പിന്റെ ദൗത്യസംഘം നടത്തിയത്. 3 ആഴ്ച പിന്നിട്ട് തെരച്ചിലിന് ഫലം കണ്ടെത്താനായില്ലെങ്കിലും വരും ദിവസങ്ങളിലും സാധാരണയുള്ള പരിശോധനകളും നിരീക്ഷണവും തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 160ഓളം വരുന്ന വനപാലകർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് 2 ദിവസം വ്യാപക പരിശോധന നടത്തിയത്. ഈ തെരച്ചിലും കടുവയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താനായിട്ടില്ല. ക്യാമറ ട്രാപ്പുകളിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. കരുവാരകുണ്ട്, കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കുണ്ടോട, അട്ടി, ആനത്താനം എസ്റ്റേറ്റ്, കേരളാംകുണ്ട്, ചേരി, കൽക്കുണ്ട്, പുല്ലങ്കോട് എസ്റ്റേറ്റിലെ കളിമറ്റം ഭാഗങ്ങൾ, 70 ഏക്കർ പാറശ്ശേരി, പോത്തൻകാട്, റാവുത്തർകുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളിയാഴ്ച ദൌത്യസംഘം തെരച്ചിൽ നടത്തിയത്. ശനിയാഴ്ച സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ് C1, C2, A1, A2, ആർത്തല എസ്റ്റേറ്റ് ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ നടന്ന തിരച്ചിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. വാളയാറിലെ സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികൾ ഉൾപ്പെടെ ഈസ്റ്റേൺ സർക്കിളിന് കീഴിലെ വിവിധ ഡിവിഷനുകളിലെ ഏകദേശം 160ഓളം വനപാലകരാണ് 2 ദിവസത്തെ മെഗാ തിരച്ചിലിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി പാലക്കാട്, വയനാട്, നിലമ്പൂർ നോർത്ത്, സൌത്ത് വനം ഡിവിഷനുകളിൽ നിന്നുള്ള ദ്രുത പ്രതികരണ സേനാംഗങ്ങളും കരുവാരകുണ്ട്, ചക്കിക്കുഴി വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകരും കാളികാവിൽ ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ജില്ലയിൽ വിവിധ വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകർ ഓരോ ദിവസവും രാത്രികാല പട്രോളിംഗും നടത്തിവരുന്നുണ്ട്. കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടുകളിലൊന്നിൽ ദിവസങ്ങൾക്ക് മുൻപ് പുലി അകപ്പെട്ടിരുന്നു. പുലിയെ പിന്നീട് ചികിത്സയ്ക്കായി പാലക്കാട് ധോണിയിലുള്ള വനംവകുപ്പിന്റെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ മാസം 15നാണ് കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിൽ വെച്ച് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കടുവ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നത്. രാവിലെ റബ്ബർ ടാപ്പിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം. ഇതിനെ തുടർന്നാണ് അന്നു മുതൽ പ്രത്യേക ദൌത്യസംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടത്തുന്നത്. 4 കൂടുകളും തത്സമയ ക്യാമറകളും 80ഓളം ക്യാമറ ട്രാപ്പുകളും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റിലെ കാളികാവ്. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ.